റിവീൽഡ് മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത സന്ദേശം സങ്കീർത്തനം 49:16 നമുക്കെല്ലാം അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോയില്ല, അവൻ്റെ മഹത്വം അവനെ പിന്തുടരുകയുമില്ല. അവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്? ധനം വേണ്ടാന്നോ നന്മ വേണ്ടാന്നോ ഒന്നുമല്ല. ലോകപ്രകാരം നമുക്കറിയാം, നല്ല കാര്യം. ഒരുത്തിനൊരു ധനവാനാകുന്ന ചെറിയ കാര്യമല്ല. കാരണം അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ പ്രയത്നം അതിന്. എന്നാൽ വേദവസ്തു അതിനെ എന്താണ് പറയുന്നത്? ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ മുൻപേ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും ലഭിക്കും. അങ്ങനെയാണ് അബ്രഹാം ഒരിക്കലും ദൈവരാജ്യത്തിൽ കിടക്കത്തില്ല. വെള്ളിയിലും പൊന്നിലും താൻ സമ്പന്നനായിരുന്നാണ്. എന്നാൽ തൻ്റെ ലക്ഷ്യം വാഗ്ദത്തത്തിന് അവകാശിയായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. അപ്പോൾ തൻ്റെ ഈ ലോകം കൊണ്ട് തൻ്റെ ധനവും മാനം ഇവിടെ നിൽക്കുകയല്ല, വരുവാനുള്ളതിലേക്ക്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകില്ല, അവൻ്റെ മഹത്വം അവനെ പിന്തുടരുകയില്ല. അലക്സാണ്ടർ ചക്രവർത്തി എന്തോ പറഞ്ഞേ, 2 കരങ്ങളെടുത്ത് വിളയിടാൻ പറഞ്ഞല്ലേ, രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച മനുഷ്യർ. അപ്പോൾ ഇവിടെ നമ്മൾ സമ്പന്നമായി അനുഗ്രഹമായി ജീവിക്കുന്നതിനൊന്നും ദൈവത്തിന് കുഴപ്പമില്ല. കാരണം വചനം പറഞ്ഞു, സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറും സകല കൃപയും പെരുക്കാൻ ദൈവം ശക്തൻ. മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നമ്മിൽ ആ നിറവില്ലെങ്കിൽ എങ്ങനെ സഹായിക്കാൻ കഴിയും? പക്ഷേ നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നിടത്താണ് ഹൃദയം ഇരിക്കുന്നത്. അപ്പം നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. നിത്യത കോടാനുകൂടി വർഷം കർത്താവിൻ്റെ ജീവിക്കും. ഇവിടെ കണ്ടോ, അവൻ്റെ മഹത്വം കണ്ട് നീ ഭയപ്പെടേണ്ട, നീ അസൂയപ്പെടേണ്ടെന്ന്. അവർക്ക് ദൈവം കൊടുത്തെങ്കിൽ അവർ, അല്ലെങ്കിൽ അവരവരുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെങ്കിൽ അവർ അനുഭവിച്ചോട്ടത്. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം ചിന്തിച്ചോണം. അവരോടും സുവിശേഷം പറയാൻ നാം ബാധ്യസ്ഥരാണ്. ഇവിടെ കൊണ്ട് തീരുന്നില്ല. എന്തെല്ലാം നേടിയാലും ഇതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകേണ്ടത്. ആർക്കൂടും ഒന്നും കൊണ്ടുപോകാനൊക്കുന്നില്ല. പല പേരുകൾ തലമുറയിലേക്ക് പേരുകൾ കൈമാറിക്കൊണ്ടിരിക്കുക. എൻ്റെ പിതാവിൻ്റെ പേര് വീടിലുള്ള എൻ്റെ വീട് എൻ്റെ പേരിലായി, ഇനി എൻ്റെ മകൻ്റെ പേരിൽ തലമുറകളിലേക്ക് പോകണം. അതുകൊണ്ട് ഒറ്റ കാര്യം, ചെറിയൊരു സന്ദേശം തരാണ്. ഈ ലോകത്തിൽ യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകലും പാപമോചനവും നീതിയും രക്ഷയും നാം പ്രാപിച്ച് നാം അനുഗ്രഹിക്കപ്പെടുന്നതിൽ ദൈവത്തിന് നമ്മളോട് ഒരു വിരോധവുമില്ല. നമുക്കങ്ങനെ ഓരോ ദിവസവും അവൻ്റെ കൃപയിൽ അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഇതാദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കല്ലേ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.